ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും വരുന്ന തെറ്റുകൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അടുത്ത വീഡിയോ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമ്മുടെ വീട്ടിൽ ഏറ്റവും ചിലവ് വരുന്ന ഒന്നാണ് അലക്ക് സോപ്പ്. ചിലവ് വരുന്നതുകൊണ്ട് തന്നെ സോപ്പ് കഴിഞ്ഞ് എന്ന് കേട്ടാൽ വരുന്ന മറുചോദ്യം എന്താ സോപ്പ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ, നീ എന്താ ചെയ്യുന്നതെന്ന്. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. എത്ര പേരോട് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 90 രൂപയുടെ ഒരു കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. 90 രൂപയുടെ കിറ്റിൽ 1.5 കിലോ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 750 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കാസ്റ്റിക് സോഡ നന്നായിട്ട് ലയിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് നല്ല വീര്യമുള്ള രാസവസ്തുവാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതിട്ടപ്പോൾ തന്നെ നല്ലൊരു ചൂട് പൊങ്ങുന്നുണ്ടായിരുന്നു. ചൂട് നീരാവി പോലെ പൊങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തണുക്കും. അപ്പോൾ അത് തണുക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 മണിക്കൂർ മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ എത്തി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്തപ്പം നല്ല കളറായിരുന്നു കിട്ടിയത്. നല്ല റെഡ് കളറായിരുന്നു. അപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആ റെഡ് കളർ തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കിട്ടുമോ എന്നുള്ളത്. കാരണം നല്ലൊരു ഭംഗിയുള്ള കളർ തന്നെയായിരുന്നു അത്. അപ്പോൾ നന്നായിട്ട് അത് യോജിപ്പിച്ച് വെച്ചു. പിന്നെ നല്ല തണുത്ത ഈ കാസ്റ്റിക് സോഡ ലായനി അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്ന് അച്ചിലേക്ക് സോപ്പ് ഒഴിച്ചിട്ട് പിന്നെ അത് എടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ട്രേ. അതിനുശേഷം ഞാൻ എണ്ണ നമ്മൾ ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ടാത്ത എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ എണ്ണ എടുത്തിട്ടുണ്ട്. ആ എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ ആ നിറക്കൂട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. അതിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുത്ത കാസ്റ്റിക് സോഡ ലായനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കൈയിൻ്റെ ഉപ്പാട് ഇളക്കി എന്ന് പറയാം. നന്നായിട്ട് ഇളക്കണം. 10 മിനിറ്റ് 20 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ കുറേ മിനിറ്റുകളിൽ അങ്ങനെ നീണ്ടുപോയിരുന്നു. അപ്പോൾ 10 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മളിടുന്നത് അതിലുള്ള സോപ്പ് നിർമ്മാണ പൊടിയാണ്. അത് ചേർത്തിട്ട് ഒരു 20 മിനിറ്റോളം നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമുക്ക് പൊടി ഇട്ടിരുന്നത് അമ്മ എന്നെ സഹായിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പതുക്കെ ഇങ്ങനെ കട്ട പിടിക്കുകയോ എങ്ങനെയാണ് എന്താ അവസ്ഥ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെയായിരുന്നു ഇട്ടത്. ഇളക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇളക്കി വന്നിട്ട് 20 മിനിറ്റ് ആവുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഞാനും അമ്മയും മാറിയിട്ടാണ് അത് ഇളക്കി സെറ്റാക്കിയത്. ആ ഒക്കെ പൊടി ഇട്ടതിന് ശേഷം ഇങ്ങനെ കട്ട പോലെ തോന്നിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ആവുമെന്ന് പേടിച്ചു. പക്ഷെ അത് നന്നായിട്ട് 20 മിനിറ്റോളം ഇളക്കി വന്നപ്പം നല്ല സെറ്റായി നല്ലൊരു പരുവത്തിലാണത് വന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം ഈ സമയം പൂർത്തിയായിട്ട് ഈ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നിർമ്മാണ ലായനി, ഒരു ഗ്രീൻ കളറിൽ ഒരു ലായനി ഉണ്ട്. നല്ല കൊഴുപ്പ് പോലെയുള്ള സംഭവമായിരുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നീട് നമ്മളൊരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എണ്ണ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ ആ ഒരു എണ്ണ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എണ്ണ പൊന്തി വന്നതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അതിലേക്ക് നേരെ അതിൻ്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ കുപ്പിയിൽ നമ്മൾ ഈ ഹോമിയോ ഗുളിക കണ്ടിട്ടില്ലേ അതിൻ്റെ പോലത്തെ ഒരു ബോട്ടിൽ, അങ്ങനത്തെ ആ ഒരു തരുന്ന ബോട്ടിലിൽ ഒരു ചെറിയ ലിക്വിഡ് ഉണ്ടായിരുന്നു. ആ ലിക്വിഡ് അതിലേക്ക് ഒഴിക്കുക. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളത് ഡയറക്റ്റ് ട്രേക്ക് നമ്മളൊക്കെ എണ്ണയ്ക്ക് തേച്ച് സെറ്റാക്കി വെച്ച് ആ ട്രേയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ലെവലാക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ എണ്ണ പൊങ്ങി വന്നിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പേടിച്ചു. പിന്നെ നമ്മളത് പതുക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചെറുതായിട്ടതൊന്ന് പതുക്കെ ഊറ്റിക്കളഞ്ഞു. എന്താവുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പതുക്കെ ഞാനും അമ്മയും കൂടി പതുക്കെ ശ്രദ്ധിച്ച് അത് കുറച്ചൊന്ന് ഊറ്റിക്കളഞ്ഞു. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം നമ്മളെടുത്തത് രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല, എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം സെറ്റായിരുന്നു. അപ്പോൾ നമ്മളത് ഒരു ട്രേയിൽ നിന്ന് പുറത്ത് വെച്ചിരുന്നു. ചാക്കിലാണ് നമ്മൾ അത്